ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 57ഓളം മലയാളികളാണ് ബസറയിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ പലരും പലപ്പോഴായി നാട്ടിലേക്ക് തിരിച്ചുപോയി. ബാക്കിയുള്ള 6 പേരാണ് പാസ്പോർട്ട് പോലും ലഭിക്കാതെ ബസറയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരുടെ കരാറുകാരൻ പോണ്ടിച്ചേരി സ്വദേശിയായ മുരളീധരൻ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി. ഇവരുടെ പാസ്പോർട്ടുകൾ ഇയാളുടെ കൈവശമാണ്. മലയാളികൾ 14 പേര് വന്നിട്ട് ഇപ്പൊ 6 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയി. എല്ലാവരും ഈ രീതിയിൽ കമ്പനി വളരെ മോശമായതുകൊണ്ട് തന്നെ എല്ലാവരും പോയത്. 6 മാസമൊക്കെ വരെ റൂമിൽ ഇരുത്തിയിട്ടൊക്കെയാണ് വിട്ടിട്ടു. 6 മാസം, 3 മാസം, 4 മാസമൊക്കെ റൂമിൽ ഇരുന്നിട്ടാണ് വിടുന്നത്. ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് അടിമത്തനം ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രാവശ്യം എംബസിക്കാർ വന്നായിരുന്നു. ഇവിടെ വന്ന് കുറെ കാര്യങ്ങളൊക്കെ അവര് കളക്ട് ചെയ്ത് പോയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. എല്ലാവരും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റിസൈൻ ലെറ്റർ വരെ കൊടുത്ത് ഒരു പ്രയോജനം ഉണ്ടായില്ല. മലയാളികളായ തൊഴിലാളികളെ ഇന്റർവ്യൂ ചെയ്ത തിരുവനന്തപുരം സ്വദേശിയായ എഞ്ചിനീയർ ജേക്കബും നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇറാഖിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടും ഇവരുടെ കാര്യത്തിൽ ഇതുവരെ എംബസിയിൽ നിന്ന് ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.